രാവിലെ തന്നെ അല്ലൂട്ടനെ സ്കൂളിൽ പറഞ്ഞയക്കാനുള്ള തിരക്കിലേനെ. അപ്പം അവന് സോയാബീൻ വറുത്തത് വേണം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വറുക്കാൻ വേണ്ടി വെക്കാന്നേ. അവനാണെങ്കിൽ ദിവസവും സോയാബീൻ കൊടുത്താലും അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ സോയാബീൻ. വറുത്തതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പം ഞാനിന്ന് ചോറും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ സോയാബീൻ കൂടെ വറുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ ഭാഗ്യവതികൾ എന്നൊക്കെ പറയുന്നത്, അതായത് 1 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായിട്ടുള്ള ആൾക്കാരും അതിലൊരു ചെറിയൊരു വീട്, അത് എങ്ങനത്തെ വീടും ആയിക്കോട്ടെ, അതിലൊരു ചെറിയൊരു വീട്, അതിൽ സമാധാനത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ഭാഗ്യമുള്ള ആൾക്കാരെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വാടക വീട്ടിലാണ്. കഴിഞ്ഞ ഈ 34 വർഷമായി, ഈ 34 വർഷവും ഞങ്ങൾ വാടക വീട്ടിൽ തന്നെയാണ്. ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ അനിയത്തി, എൻ്റെ അച്ഛൻ, അമ്മ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് പോയതും വാടക വീട്ടിൽ തന്നെയാണ്. ഹസ്ബൻഡിൻ്റെ ഫാമിലി, അനിയത്തിൻ്റെ ഫാമിലി ഒക്കെ വാടക വീട്ടിലാണ്. അതൊക്കെ വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ. ഇപ്പം ഞങ്ങളിപ്പം നിൽക്കുന്ന അവിടെ നിന്ന് ഓണർ വന്നിട്ട് പറഞ്ഞു, 2 മാസം മുന്നേ പറഞ്ഞതാണ്. ഓണർ വന്നിട്ട് പറഞ്ഞു വീട് മാറണം, അവരുടെ മോളുടെ പേരിലാണ് വീടുള്ളത്, അപ്പോൾ ഒരു മോള് വരുന്നുണ്ട്, വീട് മാറണം എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. കാരണം ഇത് മെയിൻ റോഡിൻ്റെ അടുത്തായ കാരണം കൊണ്ട് എല്ലാത്തിനും നല്ല സൗകര്യമാണ് കേട്ടോ. പോയിട്ട് വരാനും കടകളും ഒക്കെ അടുത്താണ്. അല്ലൂട്ടനെ സ്കൂളിൽ പറഞ്ഞേക്കാനും ഒക്കെ അടുത്താണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു വീടൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇനിയിപ്പോൾ നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആദ്യം തൊട്ടേ ഇപ്പോൾ എല്ലാം ശരിയായിട്ട് വരണം. സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകില്ല, അതാണ് ഏറ്റവും എന്താ പറയുക, ഒരു വൃത്തികെട്ട പണി എന്ന് പറഞ്ഞതാണ്. കാരണം ഇനിയിപ്പോൾ ഒന്നും തൊട്ട് ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളും ഇനി അടുക്കി പെറുക്കിയൊക്കെ എടുത്ത് വെക്കണ്ടേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.